അതിർത്തിയിൽ പുടിന്റെ താണ്ഡവം. ഉക്രൈൻ ആയുധക്കപ്പലുകൾ കത്തി ചാമ്പലായി. ഉക്രൈന്റെ സൈനിക വ്യവസായ ശൃംഖലയെയും വിതരണ ശൃംഖലയെയും പൂർണ്ണമായി തകർത്തുകൊണ്ട് യുദ്ധത്തിൽ തന്ത്രപരമായ ആധിപത്യം നേടാൻ റഷ്യ തങ്ങളുടെ ആക്രമണങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ്. പോർട്ടുകൾ, ചരക്ക് കപ്പലുകൾ, വെടിമരുന്ന് സംഭരണശാലകൾ, നിർണായക വ്യാവസായിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് മോസ്കോയുടെ വ്യോമാക്രമണങ്ങൾ നിരന്തരം അരങ്ങേറുന്നത്. ഉക്രൈനിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന സൈനിക സഹായങ്ങളുടെ ഒഴുക്ക് പൂർണ്ണമായി തടയുകയാണ് ഈ ആക്രമണങ്ങളുടെ പ്രധാന ലക്ഷ്യം. വടക്കൻ കരിങ്കടൽ തീരത്തുള്ള പ്രധാന തുറമുഖ നഗരങ്ങളായ ഒഡേസ, മെക്കളോവ് എന്നിവിടങ്ങളിലാണ് സമീപ ദിവസങ്ങളിൽ കടുത്ത മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടന്നത്. വെസ്റ്റേൺ സഖ്യകക്ഷികളിൽ നിന്ന് ഉക്രൈനിലേക്ക് എത്തിച്ച ആയുധങ്ങളും വെടിമരുന്ന് ശേഖരങ്ങളും കയറ്റിയ ചരക്കു കപ്പലുകൾ കൃത്യമായി ലക്ഷ്യമിട്ട് തകർത്തതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെടുന്നു. തുറമുഖ കേന്ദ്രങ്ങളിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഈ ആക്രമണങ്ങൾ വരുത്തിവെച്ചിരിക്കുന്നത്. അതേസമയം റഷ്യൻ തലസ്ഥാനമായ മോസ്കോ ലക്ഷ്യമാക്കി ഉക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണ ശ്രമങ്ങളെ റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തടഞ്ഞതായി ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി. അതിർത്തി കടന്നുള്ള ഉക്രൈന്റെ തിരിച്ചടികൾ ശക്തമാകുന്നുണ്ടെങ്കിലും തങ്ങളുടെ തന്ത്രപ്രധാന നഗരങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് തന്നെ ഉക്രൈന്റെ വ്യവസായ അടിത്തറ തകർക്കാനാണ് റഷ്യൻ സേന മുൻഗണന നൽകുന്നത്. ഈ പുതിയ ആക്രമണ തന്ത്രത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ക്രിവി റിഹ് നഗരത്തിലുള്ള പ്രശസ്തമായ ആർസെലർമിത്തർ സ്റ്റീൽ പ്ലാന്റിന് നേരെയുണ്ടായ കടുത്ത നാശനഷ്ടങ്ങൾ. ഉക്രൈനിലെ ഏറ്റവും വലിയ ഉരുമ്പ് ഉരുക്ക് നിർമ്മാണശാലകളിലൊന്നാണിത്. ആധുനിക ആയുധ നിർമ്മാണത്തിനും പ്രതിരോധ വ്യവസായത്തിനും ഒഴിച്ചുകൂടാനാകാത്ത പ്രാദേശിക ഘടകമാണ് സ്റ്റീൽ ഉൽപാദനം. ആർസെലർമിത്തൽ പ്ലാന്റ് തകർന്നതോടെ ഉക്രൈന്റെ തദ്ദേശീയ ആയുധ നിർമ്മാണ ശേഷിക്ക് വൻ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് റഷ്യൻ സൈനിക നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. കവചിത വാഹനങ്ങൾ, ആർട്ടിലറി ഉപകരണങ്ങൾ, സൈനിക അവശിഷ്ടങ്ങൾക്കുള്ള മറ്റ് യന്ത്ര സാമഗ്രികൾ എന്നിവയുടെ നിർമ്മാണത്തെയും അറ്റകുറ്റപ്പണികളെയും ഇത് ഗുരുതരമായി ബാധിക്കും. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയെ മാത്രം ആശ്രയിച്ച് ആയുധ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉക്രൈന് പ്രയാസമായിരിക്കും. കരിങ്കടലിലെ തുറമുഖങ്ങൾക്കും ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെ നടക്കുന്ന തുടർച്ചയായ ആക്രമണങ്ങൾ ഉക്രൈന്റെ സമുദ്രമാർഗമുള്ള വിതരണ ശൃംഖലയെ വൻ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ചരക്കു കപ്പലുകൾക്ക് നേരെയുണ്ടാകുന്ന ഭീഷണികൾ കാരണം അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ ഈ മേഖലയിലേക്ക് വരാൻ മടിക്കുകയാണ്. ഇത് ഉക്രൈന്റെ സൈനിക ഇറക്കുമതിയെ മാത്രമല്ല കാർഷിക വ്യാവസായിക കയറ്റുമതിയെയും സാമ്പത്തികമായി തളർത്തുന്നു. മാരിടൈം ലോജിസ്റ്റിക്സ് തടസ്സപ്പെട്ടതോടെ കിഴക്കൻ യൂറോപ്പിൽ നിന്നുള്ള റെയിൽവേ ശൃംഖലകളും ഹൈവേകളുമാണ് ഇപ്പോൾ ഉക്രൈന്റെ പ്രധാന ജീവനാഡിയായി മാറിയിരിക്കുന്നത്. വിദേശ സൈനിക സഹായങ്ങൾ കരമാർഗം രാജ്യത്തിനുള്ളിലേക്ക് എത്തിക്കാൻ ഉക്രൈൻ നിർബന്ധിതരാകുന്നു. എന്നാൽ കരമാർഗമുള്ള ഗതാഗതത്തിന് സമുദ്രമാർഗത്തെ അപേക്ഷിച്ച് അതിന്റേതായ പരിമിതികളും വലിയ സമയനഷ്ടവുമുണ്ട്. റെയിൽവേ ശൃംഖലകളെയും പാലങ്ങളെയും കേന്ദ്രീകരിച്ചും റഷ്യ വരും ദിവസങ്ങളിൽ ആക്രമണം കടുപ്പിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഗതാഗത ശൃംഖലകൾ തടസ്സപ്പെടുന്നതോടെ യുദ്ധമുഖത്തുള്ള ഉക്രൈൻ സൈനികർക്ക് കൃത്യസമയത്ത് ആയുധങ്ങളും ഇന്ധനവും എത്തിച്ചു നൽകാൻ സാധിക്കാതെ വരും. ഇത് മുന്നണിയിലെ പ്രതിരോധത്തെ തളർത്താൻ റഷ്യയെ സഹായിക്കും. പാരമ്പര്യ യുദ്ധമുറകൾക്കപ്പുറം എതിരാളിയുടെ സാമ്പത്തിക വ്യവസായ അടിത്തറ തകർത്തുകൊണ്ട് യുദ്ധത്തിൽ മേൽക്കൈ നേടുന്ന വാർ ഓഫ് അഡിഷൻ രീതിയാണ് റഷ്യ ഇവിടെ പ്രയോഗിക്കുന്നത്. ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കാനോ തകരാറിലായവ നന്നാക്കാനോ ഉള്ള പ്രാദേശിക ശേഷി ഇല്ലാതാകുന്നതിലൂടെ ഉക്രൈനെ പൂർണ്ണമായും വിദേശ സഹായങ്ങളെ മാത്രം ആശ്രയിക്കുന്ന അവസ്ഥയിലേക്ക് തള്ളിവിടുകയാണ് മോസ്കോയുടെ ലക്ഷ്യം. അതേസമയം പാശ്ചാത്യ രാജ്യങ്ങൾ നൽകുന്ന അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇത്തരം ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഉക്രൈൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും രാജ്യത്തിന്റെ വിശാലമായ ഭൂപ്രകൃതിയും വൻതോതിലുള്ള റഷ്യൻ മിസൈൽ ഡ്രോൺ ഉപയോഗവും കാരണം എല്ലാ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്കും പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കാൻ ഉക്രൈന് സാധിക്കുന്നില്ല. ഈ വ്യോമാക്രമണങ്ങൾ ഉക്രൈനിലെ സാധാരണക്കാരുടെ ജീവിതത്തെയും കടുത്ത രീതിയിൽ ബാധിക്കുന്നുണ്ട്. വ്യാവസായിക കേന്ദ്രങ്ങളിലും ഊർജ്ജ നിലയങ്ങളിലും തകരുന്നത് രാജ്യത്തുടനീളം തൊഴിലില്ലായ്മയ്ക്കും വൈദ്യുതി ഇന്ധന ക്ഷാമത്തിനും വഴിവെക്കുന്നു. യുദ്ധം നീണ്ടുപോകുന്തോറും രാജ്യത്തിന്റെ പുനർനിർമ്മാണം കൂടുതൽ സങ്കീർണമായി മാറുകയാണ്. റഷ്യയുടെ ഈ നീക്കം അമേരിക്ക അടക്കമുള്ള നാറ്റോ സഖ്യകക്ഷികൾക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഉക്രൈനിലേക്ക് ആയുധങ്ങൾ അയച്ചാൽ മാത്രം പോരാ, അവ സുരക്ഷിതമായി യുദ്ധക്കളത്തിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ട ബാധ്യതയും ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾക്കുണ്ട്. ഇത് അവരുടെ ലോജിസ്റ്റിക്സ് ചെലവുകൾ കുത്തനെ കൂട്ടുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം കൂടുതൽ തീവ്രമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് ഈ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നു. ആകാശത്തും അതിർത്തിയിലും മാത്രമായിരുന്ന പോരാട്ടം ഇപ്പോൾ ഉക്രൈന്റെ വ്യവസായ ശാലകളിലേക്കും തുറമുഖങ്ങളിലേക്കും ആഴത്തിൽ വ്യാപിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഉക്രൈൻ തങ്ങളുടെ വിതരണ ശൃംഖലകൾ സംരക്ഷിക്കാൻ കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിക്കേണ്ടി വരും
എന്നാൽ തുടർച്ചയായ ആക്രമണങ്ങളിലൂടെ ഉക്രൈന്റെ നാവിക വ്യാവസായിക അടിത്തറ തകർത്തുകൊണ്ട് തങ്ങളുടെ നിബന്ധനകൾക്ക് മുന്നിൽ കീഴടങ്ങാൻ നിർബന്ധിതരാകുക എന്ന റഷ്യൻ തന്ത്രം എത്രത്തോളം വിജയിക്കുമെന്നാണ് അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുന്നത്. ക്രിവി റിഹിലെയും ഒഡെസയിലെയും ആക്രമണങ്ങൾ കേവലം സൈനിക ലക്ഷ്യങ്ങൾക്കപ്പുറം ഉക്രൈന്റെ ഭാവി വ്യവസായ ശേഷിയെ തന്നെ ലക്ഷ്യമിട്ടുള്ളതാണ്. ആയുധ ഉൽപാദന ശൃംഖല തകരുന്നത് ഉക്രൈന്റെ സേനയുടെ ദീർഘകാല പ്രതിരോധ ശേഷിയെ സാരമായി ബാധിക്കുന്നതിൽ സംശയമില്ല.